നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. സന്ദീപ് വാര്യർക്ക് ഏറ്റവും അധികം ചേരുന്ന പേര് ചൊറിച്ചിൽ വാര്യർ എന്നാണ്. സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ സ്നേഹക്കടൽ തേടിപ്പോയ അവിടെ കോൺഗ്രസിൻ്റെ വക്താവായി മാറിയ ആളാണ് വാര്യർ. പക്ഷേ വക്താവ് കോൺഗ്രസിൻ്റേതാണ് എന്ന കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ സന്ദീപിന് ഇപ്പോഴും താല്പര്യം BJP-യോടാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. കാരണം BJP എന്ത് ചെയ്താലും അപ്പോൾ സന്ദീപിൻ്റെ കുരുവങ്ങ് പൊട്ടും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ വിഷയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസും CPM-ഉം സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല. അത് സന്ദീപിനങ്ങ് സഹിച്ചിരുന്നില്ല. സന്ദീപ് അങ്ങോട്ട് കരച്ചിലും പിഴിച്ചിലും ഒക്കെ തുടങ്ങി. അതെ, മറ്റു മുന്നണികളൊക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. എന്തേ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതെന്ന്. അതിൻ്റെ പേരിൽ പിന്നെ പരാതിയും പരിഭവവും കരച്ചിലുമൊക്കെയായി. എന്നാൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോഴും പിന്നെയും വേറൊരു രൂപത്തിലായി ഈ പരാതിയും പരിഭവവും ഒക്കെ. എന്തായാലും വാര്യർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ആളുകൾ തന്നെ ചോദിക്കുകയാണ്, ഇയാളുടെ മാനസിക നിലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. എന്തായാലും നിലമ്പൂർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ BJP-യെ പരിഹസിക്കുന്ന പോസ്റ്റുമായാണ് സന്ദീപ് എത്തിയത്. സന്ദീപിന്റെ ആ പോസ്റ്റ് ഇങ്ങനെയാണ്: BJP സംഘപരിവാർ പ്രവർത്തകരുടെ ആവേശം, സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യം, ചാനൽ ചർച്ചകളിലെ തീപ്പൊരി, യുവത്വം തുളുമ്പുന്ന നേതാവ്. എന്നിട്ട് അങ്ങനെ ഒരാളാണ് ജിയുടെ മനസ്സിലുണ്ടായിരുന്നത്. ആരാണ്? മോഹൻ ജോർജ്. ഗൂഗിളിൽ തപ്പിയാൽ പോലും കിട്ടാത്ത ആളെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ ഈ വിമർശനം ഉന്നയിക്കുന്ന വാര്യരെ ഇപ്പോൾ രാഹുലിന്റെ അടുക്കളയിൽ തപ്പിയാൽ കിട്ടും. സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ മറുകണ്ഠം ചാടിയ സന്ദീപിന് എന്തർഹതയാണ് BJP നേതൃത്വത്തെ കുറ്റപ്പെടുത്താനുള്ളത്? BJP-ക്ക് എത്രയോ മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നിട്ടും എന്നിട്ട് അവരെ പരിഗണിക്കാതെ കോൺഗ്രസിൽ നിന്നും ആളെ കൊണ്ട് നിർത്തിയതിൻ്റെ സങ്കടമാണ് സന്ദീപ് പറഞ്ഞ് അറിയിക്കുന്നത്. സ്ഥാനാർത്ഥിയെ ഔട്ട്സോഴ്സിംഗ് ചെയ്യേണ്ട ഗതികേടിൽ BJP എത്തിയെന്നാണ് സന്ദീപിന്റെ കരച്ചിൽ. മഞ്ചേരി വഴിക്കടവ് ബസ്സിലെ ഏതോ ഒരു ജോർജ് സാറിനെ സ്ഥാനാർത്ഥിയാക്കി UDF-ന്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ BJP സ്ഥാനാർത്ഥിക്കാകില്ല എന്നാണ്. എന്നാൽ അൻവർ മത്സരിക്കുന്നത് കൊണ്ട് വേറെ വിഷയമൊന്നുമില്ല. വോട്ടർ പട്ടികയിൽ പേരുള്ള ആർക്കും മത്സരിക്കാമെന്നാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള സന്ദീപിന്റെ പ്രതികരണം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയത് വലിയ വിഷയമാക്കേണ്ടത്. അതെ, രാത്രി പോകുന്നതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല എന്നും പകല് പോയാലും പ്രശ്നമില്ല എന്നും. തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ നേതാക്കൾ പലരും പലരെയും കാണും. അതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല എന്നാണ് വാര്യരുടെ കണ്ടെത്തൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധം വെച്ചാണ് അൻവറിനെ കാണുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രാധാന്യമുണ്ടെന്ന് കരുതുന്നില്ലെന്നും ഉപതെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാൻ എന്തെങ്കിലും വിഷയം കിട്ടണം, അതിനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചത്ത് കയറി കളിക്കാമെന്ന് കരുതുന്നു. ഈ വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം കിട്ടും, മാധ്യമങ്ങൾ അതിലേക്ക് പോകും, അത്രമാത്രം. രാഹുലിനോടുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ തന്നെ കൃത്യമായും വിശദീകരിച്ച് മറുപടി നൽകിയിട്ടുണ്ട്. അത് ശരിയായ നടപടിയല്ലെന്ന് UDF നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്. അൻവറിനെ കാണാൻ പാടില്ലാത്ത ആളെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ കണ്ട സമയവും സന്ദർഭവും ശരിയായില്ല എന്ന് UDF നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് സന്ദീപിന്റെ വിശദീകരണം.